Good morning to all. We will discuss a chapter ANOVA in the chapter. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഫ് ടെസ്റ്റും അതിന്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി അനോവ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. അനോവയെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് എല്ലാ പ്രാവശ്യവും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. സീരീസ് ഓഫ് സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ സീരീസ് ഓഫ് സ്റ്റെപ്സ് കാണാതെ പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. പക്ഷേ അതിൻ്റെ സ്റ്റെപ്സുകളൊക്കെ വളരെ ഈസിയാണ്. സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് എസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത്. നമുക്ക് എന്താണ് അനോവ എന്ന് പറഞ്ഞാൽ നോക്കാം. അനാലിസിസ് ഓഫ് വേരിയൻസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വെദർ യൂസ് ടു ടെസ്റ്റ് സെവറൽ സാമ്പിൾസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ആ കുറേ സാമ്പിൾസുകളുടെ അരിത്തമെറ്റിക് മീനിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ്, ഒരു ഹൈപ്പോസിസ് ടെസ്റ്റാണ് ഏത് ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന അനോവ. അഥവാ അനോവ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അനോവ അഥവാ അനാലിസിസ് ഓഫ് വേരിയൻസ്. എന്താണ് അനോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് എ ടെക്നിക്, ഒരു ടെക്നിക്കാണ് വിച്ച് അനലൈസ് ദ വേരിയൻസ് ഓഫ് ദി ഡിഫറെൻറ്റ് കമ്പയറബിൾ സാമ്പിൾസ്. കമ്പയർ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത സാമ്പിളുകളുടെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും അനോവ എന്ന് പറയുന്നത്. ഇറ്റ് ടെക്നിക് വിച്ച് അനലൈസ് ദ വേരിയൻസ് ഓഫ് 2 or more കമ്പയറബിൾ സാമ്പിൾസ്. ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന 2 or അതിലധികമോ സാമ്പിൾസുകൾ ഉണ്ടാവും. അതിൻ്റെ വേരിയൻസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് വേരിയൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ഫോർ ഡിറ്റർമൈനിങ്, 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ അരിത്തമെറ്റിക് മീൻ. ആ കമ്പയർ ചെയ്ത സാമ്പിളുകളുടെ അരിത്തമെറ്റിക് മീനിൻ്റെ ഡിഫറൻസിൽ വല്ല സിഗ്നിഫിക്കൻ്റ് ഉണ്ടോ. രണ്ടാമത്തത്, വെദർ ദി സാമ്പിൾ ആർ ഡ്രോൺ ഫ്രം ദി സെയിം പോപ്പുലേഷൻ. സെയിം പോപ്പുലേഷൻ എന്നാണ്, സെയിം സാമ്പിൾ എന്നല്ല, സെയിം പോപ്പുലേഷൻ. ഒരേ പോപ്പുലേഷനിൽ നിന്നും ആണോ റിസർച്ചർ കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ ഉണ്ടായിട്ടുള്ളത്, എടുത്തിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ. ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന്റെ സഹായത്തോടെയാണ്, കോൾഡ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് അനലൈസ് ദ വേരിയൻസ് ഓഫ് 1 or more than 1 comparable samples for determining the significance of difference between the arithmetic mean of the different sample and for determining whether the samples are came or drawn from the same population with the help of a statistical technique called F-test. F-test എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിന്റെ സഹായത്തോടു കൂടിയാണ് ഇവ ചെയ്യുന്നത്. ഇതാണ് അനോവ. അനോവ 2 തരത്തിലുണ്ട്. ഈ 2 തരത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. 1 way അനോവയുണ്ട്, 2 way അനോവയുണ്ട്. നമ്മൾ ഈ ഇതിൽ 1 way അനോവനെ കുറിച്ചാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 2 തരം അനോവ ഉണ്ട്. ഒന്ന് 1 way ഉണ്ട്, 1 way അനോവയുണ്ട്, ദെൻ 2 way അനോവയുണ്ട്. 2 way 1 way എന്ന് പറഞ്ഞാൽ ഹിയർ ദ ഡാറ്റ ഓർ ഒബ്സർവേഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് 1 ക്രൈറ്റീരിയ. ഒരു ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്, ഒബ്സർവേഷനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ 1 way അനോവ എന്ന് പറയും. ഓക്കെ, എന്താണ് ഡാറ്റകൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും? ആ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1 ക്രൈറ്റീരിയ, ഒരു ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ കർഷകർക്ക് കിട്ടുന്ന കാർഷിക വിളയിൽ നിന്നുണ്ടാകുന്ന ആദായം. ഓക്കെ, അതിന് ഈൽഡിനെ നമുക്ക് പല രീതിയിൽ അതിനെ പിന്നെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന് റെയിൻഫോള്, മഴ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഫെർട്ടിലൈസർ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്, വളം, ഫെർട്ടിലൈസർ. ദെൻ സോയിൽ, മണ്ണ്, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതിനെ? ഈൽഡിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇവിടെ ഡാറ്റ ഈൽഡിനെ റെയിൻഫോളിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ, മഴയുടെ അടിസ്ഥാനത്തിലാണ് ഈൽഡിനെ ഗ്രൂപ്പ് ചെയ്തതെങ്കിൽ, ഒറ്റ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈൽഡിനെ ഗ്രൂപ്പ് ചെയ്തത്. എന്താണ്? റെയിൻഫോൾ. അത് നമ്മൾ 1 way എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്ത് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ 2 way എന്ന് പറയും. ഇവിടെ റെയിൻഫോളിന്റെ അടിസ്ഥാനത്തിലും ഫെർട്ടിലൈസറിന്റെ അടിസ്ഥാനത്തിലും സോയിലിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈൽഡിനെ നമ്മൾ എന്ത് പറയാം? 2 way അനോവ എന്ന് പറയാം. ഓക്കെ, ഇതാണ് 1 way. 1 way അനോവക്ക് കുറേ സ്റ്റെപ്സുകളുണ്ട്. ഓക്കെ, 1 way അനോവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എപ്പോഴും കോളം ബേസിലായിരിക്കും തരേണ്ടത്.
ഇപ്പോൾ വൺ വേ അനോവ എങ്ങനെ മനസ്സിലാക്കുക? ഡാറ്റനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലാണത് വൺ വേ അനോവ ആവുക. ഈ വൺ വേ അനോവ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം? ക്വസ്റ്റ്യൻ എപ്പോഴും വൺ വേ അനോവൻ്റെ ക്വസ്റ്റ്യൻ കോളം വൈസിലേ തരാൻ പാടുള്ളൂ. ഇങ്ങനെ കോളം വൈസിൽ തരാൻ എങ്ങനെ തരണം ഡാറ്റ? ചോദ്യം എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്ന സാധനം കോളം വൈസിലായിരിക്കണം. ഓക്കെ, റോ വൈസിലാവരുത്. റോ വൈസ് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ ആവരുത്. ഇത് അങ്ങനെ ആയാൽ ഈ റോ വൈസിനെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചാക്കണം. എങ്ങനെ ആക്കണം? ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ എഴുതിയ ഡാറ്റനെ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാവണം ഉത്തരം ചെയ്യേണ്ടത്. കോളം ബേസിലാക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ വൺ വേ അനോവ ചോദ്യം ചോദിക്കേണ്ടത് കോളം ബേസിലാണ്. എങ്ങനെ വൺ വേ ആണോ ടു വേ ആണോ എന്ന് മനസ്സിലാവുക? വൺ വേ അനോവ ആണെങ്കിൽ അതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അനോവൻ്റെ ക്വസ്റ്റ്യനിൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ടു വേ ആണ്. അപ്പോൾ കോളം വൈസിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾക്ക് റോ വൈസിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. വൺ വേയിൽ എങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻ വരാൻ പാടുള്ളൂ? കോളം വൈസിൽ. ഇനി കോളം വൈസിൽ അല്ല ക്വസ്റ്റ്യൻ എങ്കിൽ അത് എന്ത് ചെയ്യണം? റോ വൈസിലാക്കണം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അത് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ വൺ വേ അനോവൻ്റെ സ്റ്റെപ്സുകൾ, സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സീരീസ് ഓഫ് സ്റ്റെപ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ H0 H1 നമുക്ക് മാത്രം പറയാം. ഓക്കെ, ദ മീൻ ഓഫ് ആൾ കോളംസ് ആർ ഈക്വൽ എന്നാണ് എഴുതേണ്ടത്. മീൻ ഓഫ് ആൾ കോളംസ് ആർ ഈക്വൽ എന്നാണ് എഴുതേണ്ടത്. കോളത്തിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്താണോ അതിൻ്റെ മീൻ ഈക്വൽ ആണ് എന്ന് എഴുതാം. കോളം ബേസിൽ കുറേ സാമ്പിൾ തന്നിട്ടുണ്ടാവും. ആ സാമ്പിളുകളുടെ ഒക്കെ മീൻ എന്താണ്? ഈക്വൽ ആണ് എന്ന് എഴുതാം. മീൻസ് ഓഫ് ഓൾ കോളംസ് അല്ലെങ്കിൽ ഓൾ സാമ്പിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാലും മതി. സാമ്പിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ദെൻ H1 എന്ത് പറയാം? മീൻസ് ഓഫ് ഓൾ സാമ്പിൾസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയാം. ഈക്വൽ അല്ല എന്നും പറയാം. അതാണ് H1. ഇനി നമുക്കതിൻ്റെ ഇക്വേഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. പക്ഷെ അത് നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് ചെയ്യാം. അതാവും ഒന്നും കൂടി അത് മനസ്സിലാവാനുള്ള വഴി. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെ വിശദീകരിച്ചിട്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ദ ഫോളോയിങ് കാൽക്കുലേറ്റ് to the following related to the yield of 4 varieties of the wheat each sown on the 5 plots. Find whether there is a significant difference between the mean yield of these varieties. താഴെ തന്നിരിക്കുന്നത് പിന്നെ 4 വ്യത്യസ്ത വെറൈറ്റികളുടെ മീൻ ഈൽഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആവറേജ് വരുമാനമാണ് തന്നിട്ടുള്ളത്. അത് 5 വ്യത്യസ്ത പ്ലോട്ടുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് വിതച്ചിരിക്കുന്നത്. ഫൈൻഡ് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ഈൽഡ് ഓഫ് ദീസ് വെറൈറ്റി. ഈ വെറൈറ്റികളുടെ മീൻ ഈൽഡിൽ വല്ല സിഗ്നിഫിക്കന്റ് ഡിഫറൻസും ഉണ്ടോ? മീൻ ഈൽഡിൽ, ഓക്കെ, അരിത്തമെറ്റിക് മീനിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്നാണ് ചോദ്യം. എന്നിട്ട് നമുക്ക് വെറൈറ്റീസ് ABCD 4 ഇങ്ങനെ തന്നിട്ടുണ്ട്. 5 പ്ലോട്ടുകളുടേത് ഡാറ്റയും റോ ബേസിൽ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സാധനം കോളം ബേസിലാണോ എന്ന് ശ്രദ്ധിക്കണം. കോളം ബേസിൽ അല്ലെങ്കിൽ ആ റോ ബേസിലുള്ള ഡാറ്റനെ കോളം ബേസിലാക്കണം. എങ്ങനെ വൺ വേ ആണ് ഇത് ഇങ്ങനെ മനസ്സിലാക്കുക? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്താ? വെദർ ദർ ഈസ്, കണ്ടോ, ഫൈൻഡ് വെദർ ദർ ഈസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഈൽഡ് ഓഫ് ദീസ് വെറൈറ്റീസ്. വെറൈറ്റിയുടെ മീൻ ഈൽഡിൽ വ്യത്യാസമുണ്ടോ എന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ടു വേ ആണെങ്കിൽ റോ വൈസിലും ചോദിക്കും, കോളം ബേസിൽ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരേ ഇതിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ മീൻ ഈൽഡ് ഓഫ് വെറൈറ്റീസിന്റെ മീൻ ഈൽഡ്, അതൊക്കെ മീൻ ഈൽഡാണ്. വെറൈറ്റീസിന്റെ മീൻ ഈൽഡ് തന്നിരിക്കുന്നത് എങ്ങനത്തെയാണ്? വെറൈറ്റീസ് കോളം ബേസിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റോ ബേസിലല്ല, കോളം ബേസിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. കോളം ബേസിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഇതൊക്കെ സ്ക്വയർ ചെയ്യാനൊക്കെ ഉണ്ട്. 99, 103, 109 ഓരോ ഡാറ്റയും നിങ്ങൾ സ്ക്വയർ ഒക്കെ ചെയ്യണം. അപ്പോൾ 99, 103 സ്ക്വയർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളേറിയ സംഗതിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചെറുതാക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കോഡിംഗ് മെത്തേഡ് എന്ന് പറയും നമ്മൾ. ഹിയർ വി അപ്ലൈ കോഡിംഗ് മെത്തേഡ്. നമുക്കിവിടെ കോഡിംഗ് മെത്തേഡ് ഉപയോഗം. എന്താ കോഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? കോഡിംഗ് മെത്തേഡ് പറയുന്നതാണ് ഈ ഡാറ്റനെ ചെറുതാക്കാൻ വേണ്ടി, അരിത്തമെറ്റിക് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി, ഡാറ്റനെ ചെറുതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഡാറ്റനെയും ഈ ഒന്നെങ്കിൽ ഇതിനോട് കൂടി ഗുണിക്കുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഹരിക്കുകയോ സബ്സ്ട്രാക്ഷൻ നടത്തുകയോ ദെൻ അഡീഷൻ നടത്തുകയോ ചെയ്തിട്ട് ഡാറ്റനെ ചെറുതാക്കാവുന്നതാണ്. ഇവിടെ അഡീഷൻ നടത്തിയാൽ കൂട്ടിയാൽ ഇനി ഡാറ്റ കൂടുക ചെയ്യുക. ഈ ഡാറ്റയോട് വേറെ ഡാറ്റ കൂട്ടിയാൽ കൂടുക ചെയ്യുക. ഗുണിച്ചാലും കൂടും, ഹരിച്ചാലോ കുറയും. പക്ഷെ ഓരോന്നും ഈ 99, 103 നമുക്ക് ഹരിച്ചാൽ എന്ത് ചെയ്യും? പോയിന്റുള്ള സംഖ്യ വരും. അപ്പോഴും അരിത്തമെറ്റിക് കാൽക്കുലേഷന് പ്രശ്നം വരും. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊരു സംഖ്യ നമുക്ക് കുറക്കാം. നമുക്ക് ഇത് സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
കോഡി മെത്തേഡ് ഉപയോഗിച്ച് സബ്സ്ട്രാക്ട് 100 എല്ലാ സംഖ്യയൊന്നും കുറക്കാം. ഏത് സംഖ്യ എടുക്കട്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ ആവണമെന്നില്ല. 105 എടുക്കാം, 100 എടുക്കാം, 99 എടുക്കാം, 98 എടുക്കാം. അത് എന്താണ്, ഒരു സംഖ്യനെ കുറച്ചാൽ അതെല്ലാ സംഖ്യനെയും കുറക്കണം. അത്രയേ ഉള്ളൂ കോഡി മെത്തേഡ്. ഹരിച്ചാലോ എല്ലാ സംഖ്യനും അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം, ഗുണിച്ചാലോ ഒരേ സംഖ്യ കൊണ്ട് തന്നെ എല്ലാത്തിനും ഗുണിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കോഡി മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് us subtract 100 from all values. 100 from all values, എല്ലാ വാല്യൂസും നമുക്ക് 100 എന്ന് പറയുന്നത് കുറക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സബ്സ്ട്രാക്ട് ചെയ്യാണ്, കുറക്കുകയാണ് 100. എല്ലാ സംഖ്യയും എന്ത് ചെയ്യുക, 100 കുറക്കാം. ഓക്കെ, അപ്പം നമുക്ക് ശ്രദ്ധിക്കാം. 100 കുറച്ചിട്ട് ഡാറ്റ ചെയ്താൽ പിന്നെ ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. 99 100 കുറച്ചാൽ -1 ആണ്. 101 ഇങ്ങനെ കുറച്ച് പോകുക. 99 100 കുറക്കുക, 101 100 കുറക്കുക, 103 100 കുറക്കുക, 99 100 കുറക്കുക, 98 100 കുറക്കുക. ഓരോ സംഖ്യയിൽ നിന്നും 100 കുറച്ചിട്ട് എഴുതി വെക്കാം. ഓക്കെ, -1 പിന്നെ 1 വരും, പിന്നെ 3 വരും, -1 വരും, -2 വരും, ദെൻ 3 വരും, 2 വരും, 0 വരും, 5 വരും. എല്ലാത്തിനും പിന്നെ 100 കുറച്ചുകൊണ്ട് കേട്ടോ. -5 വരും, 9 വരും, 3 വരും, 7 വരും, -3 വരും, -1 വരും, 4 വരും, 0 വരും, 3 വരും, 7 വരും, 6 വരും. ഓക്കെ, ഇങ്ങനെ വരും 100 എല്ലാത്തിൽ നിന്നും കുറച്ചാൽ. ഇനി നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഡാറ്റ നമ്മൾ എടുക്കാറില്ല. ഓക്കെ, ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് വേറെ അരിത്തമെറ്റിക്കലായിട്ട് കൂടുതലൊന്നും വേറെ ചെയ്യും വേണ്ട. അപ്പോൾ നമുക്കിതിനെ x1 എന്ന് അടയാളപ്പെടുത്താം, ഇത് x2 എന്ന് അടയാളപ്പെടുത്താം, ഇത് x3 എന്ന് അടയാളപ്പെടുത്താം, ഇത് x4 എന്ന് അടയാളപ്പെടുത്താം. നമുക്ക് എല്ലാ കോളവും എന്ത് ചെയ്യാം, ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാം. ഓക്കെ, അരിത്തമെറ്റിക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ആയതിന് എല്ലാ കോളവും നമുക്ക് ടോട്ടൽ ചെയ്ത് വെക്കാം. 0, 5, 15, 20 ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കറക്ഷൻ ഫാക്ടറാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് കറക്ഷൻ. ഓരോ സ്റ്റെപ്പും ആലോചിച്ച് വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് കറക്ഷൻ ഫാക്ടർ ചെയ്യണം. കറക്ഷൻ ഫാക്ടർ ചെയ്യാനുള്ള ഇക്വേഷൻ t² / n എന്നാണ്. t² / t എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വാല്യൂസ് എന്നാണ്. t എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വാല്യൂസ്. ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വാല്യൂസ് എന്നാണ്. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം കൂടി കൂട്ടുക. നമുക്ക് അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഓരോ കോളം കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടി കൂട്ടണം എന്നാണ് പറഞ്ഞത് ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുക. എങ്ങനെ, 0 + 5 + 15 + 20 ഹോൾ സ്ക്വയർ ചെയ്യണം. ടീന്റെ സ്ക്വയർ / n. എത്ര എണ്ണം ഉണ്ട്, ഓരോ കോളത്തിലും 5 എണ്ണം വീതം ഉണ്ട്. അങ്ങനെ 4 കോളം ഉണ്ട്. അപ്പൊ എത്ര ഉണ്ടാവും, 20. അപ്പൊ ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, t² / n എന്ന് പറയുന്നത് കിട്ടും. അത് നമുക്ക് കിട്ടുക 80 എന്നാണ്. 80 എന്ന ആൻസർ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് SST ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് SST, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്നാണ്. ഇത് SST കാണുന്ന ഇക്വേഷൻ ആണ്. സം തുക, സം ഓഫ് സ്ക്വയേഴ്സ്, സ്ക്വയറുകളുടെ തുക. എന്തിന്റെ സ്ക്വയറിന്റെ തുക, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷന്റെയും തുക മൈനസ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ 80 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സ്, എല്ലാ ഒബ്സർവേഷന്റെയും സമ്മ് കാണാം. എല്ലാ ഒബ്സർവേഷന്റെയും സ്ക്വയർ കണ്ടിട്ട് സമ്മ് കാണാം. എന്താ സ്ക്വയർ കാണാന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡാറ്റിനൊക്കെ സ്ക്വയർ ചെയ്യാം. 1നെ സ്ക്വയർ ചെയ്യാം, 1നെ സ്ക്വയർ ചെയ്യാം, 3നെ സ്ക്വയർ ചെയ്യാം, ഓരോന്നിനെയും സ്ക്വയർ ചെയ്യാം. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ എടുത്താൽ മതി. അപ്പൊ എന്താ സം ഓഫ് സ്ക്വയേഴ്സ്, x1നെ സ്ക്വയർ ചെയ്യാം, x2നെ സ്ക്വയർ ചെയ്യാം, x3നെ സ്ക്വയർ ചെയ്യാം, x4നെയും സ്ക്വയർ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്ക്വയർ ചെയ്യാം, ഓരോന്നിനെയും സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1, ഇവിടെ ഉള്ളതിനെ എങ്ങനെ സ്ക്വയർ ചെയ്ത് പോവാ. 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, 5ന്റെ സ്ക്വയർ 25, 5ന്റെ സ്ക്വയർ 25. അതേപോലെ അടുത്തത് 9ന്റെ സ്ക്വയർ 81, 3ന്റെ സ്ക്വയർ 9, 7ന്റെ സ്ക്വയർ 49, 3ന്റെ സ്ക്വയർ 9, ദെൻ 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 0ന്റെ സ്ക്വയർ 0, 3ന്റെ സ്ക്വയർ 9, 7ന്റെ സ്ക്വയർ 49, 6ന്റെ സ്ക്വയർ 36. ഇനി ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. ഓരോ കോളവും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ആദ്യത്തെ കോളത്തിന്റെ ടോട്ടൽ 16 എന്ന് കിട്ടും. രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ 63 എന്ന് കിട്ടും. മൂന്നാമത്തെ കോളത്തിന്റെ ടോട്ടൽ 149 എന്ന് കിട്ടും. നാലാമത്തെ കോളത്തിന്റെ ടോട്ടൽ 110 എന്ന് കിട്ടും.
സം ഓഫ് ആൾ സ്ക്വയേഴ്സ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ കോളം കൂട്ടിയിട്ട് അതിനെ കറക്ഷൻ ഫാക്ടർ കൊണ്ട് കുറച്ചാൽ മതി. അപ്പോൾ 16 പ്ലസ് 63 പ്ലസ് 149 പ്ലസ് 110 മൈനസ് എത്രയാണ് കറക്ഷൻ ഫാക്ടർ കിട്ടിയത്? 80. ഓരോ കോളത്തിൻ്റെയും എക്സ് സ്ക്വയർ ചെയ്തതിൻ്റെ ഓരോ കോളത്തിനെയും ടോട്ടൽ ചെയ്യുക, 80 കൊണ്ട് കുറക്കുക. കുറച്ചാൽ നിങ്ങൾക്ക് ഉത്തരം SST കിട്ടുന്നത് 258 എന്നായിരിക്കും. 258. ഓക്കെ, കറക്ഷൻ ഫാക്ടർ കിട്ടി, ദെൻ SST കിട്ടി. അടുത്ത സ്റ്റെപ്പ് കിട്ടേണ്ടത് SSC ആണ്. SSC എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം എന്നാണ്. എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം. SSCന്റെ ഫുള്ള്. SSC കാണാനുള്ള ഇക്വേഷൻ സിഗ്മ x1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ n2 പ്ലസ് സിഗ്മ x3 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ n3. എത്ര ഉണ്ട്? x4 വരെ ഉണ്ട്. അപ്പൊ x4 വരെ ചെയ്താൽ ചില ക്വസ്റ്റ്യൻ x5 വയ്ക്കണം, ചില ക്വസ്റ്റ്യൻ x2 ആണ് ഉണ്ടാവുള്ളൂ. പ്ലസ് സിഗ്മ x4 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ n4 മൈനസ് കറക്ഷൻ ഫാക്ടർ എത്ര കിട്ടിയിട്ടുണ്ട്? 80. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. സിഗ്മ x1 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ന്റെ സ്ക്വയർ എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ 16 എന്നല്ല അർത്ഥം. എന്താ? സിഗ്മ x1 ഓൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്താണ്. എന്തിനാണ്? 0ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം. എത്ര എണ്ണം ഉണ്ട് ആ കോളത്തിൽ? 1 2 3 4 5 എണ്ണം. അപ്പൊ നമുക്ക് എഴുതാം സിഗ്മ x1 എന്ന് പറഞ്ഞാൽ 0ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ n1. ആദ്യത്തിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. പ്ലസ് സിഗ്മ x2 രണ്ടാമത്തെ കോളത്തിൽ എത്രയുണ്ട്? 5 എണ്ണം. 5 ആണ് സിഗ്മ x2ന്റെ സ്ക്വയർ. അതിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ആ കോളത്തിലും 5 എണ്ണമാണ് ഉള്ളത്. രണ്ടാമത്തെ കോളത്തിൽ 1 2 3 4 5 എണ്ണമാണുള്ളത്. പ്ലസ് സിഗ്മ x3 എത്ര കിട്ടി? 15. 15ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5 പ്ലസ് സിഗ്മ x4 എത്രയാ? 20. 20ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് കറക്ഷൻ ഫാക്ടർ എത്രയാണ്? 80. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SSC കിട്ടും. SSC എത്ര കിട്ടും? SSC ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക പിന്നെ 50 എന്നാണ്. SSC കിട്ടുന്നത് 50. അപ്പൊ SST ആയി, SSC ആയി, കറക്ഷൻ ഫാക്ടർ ആയി. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണേണ്ടത് SSE ആണ്. നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ കാണേണ്ടത് SSE ആണ്. സം ഓഫ് സ്ക്വയേഴ്സ് SSE ആണ് കാണേണ്ടത്. SSE കാണാനുള്ള ഇക്വേഷൻ SST മൈനസ് SSC. SSTയിൽ നിന്നും SSC കുറച്ചാൽ മതി. SSC എത്ര കിട്ടി? SSC മോള് 258 എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. തന്നെ SSC നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടും? 208 എന്ന് കിട്ടും. ഏത്? SSE 208 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇനിയും സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് വീണ്ടും പരിചയപ്പെടാം. SSC കണ്ടു, SSC കണ്ടു, SST കണ്ടു, കറക്ഷൻ ഫാക്ടർ കണ്ടു. ദെൻ അടുത്ത സ്റ്റെപ്പ് MSC ആണ് കാണേണ്ടത്. എന്താണ്? MSC ആണ് കാണേണ്ടത്. MSC എന്ന് പറഞ്ഞാൽ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്നാണ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. MSC കാണുന്നത് എങ്ങനെയാണ്? മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. MSC കാണുന്നതിനുള്ള ഇക്വേഷൻ MSC കാണാനുള്ള ഇക്വേഷൻ MSC ഈക്വൽ ടു SSC ഡിവൈഡ് ബൈ C മൈനസ് 1 എന്നാണ്. SSC സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം. SSC നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 50 എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 50 ഡിവൈഡ് ബൈ എത്ര കോളം ഉണ്ട്? നമ്മൾ ചെയ്യുന്ന കോളം, നമ്മുടെ ഡാറ്റ എഴുതിയ കോളം, ഒബ്സർവേഷൻ എഴുതിയ കോളം 1 2 3 4 കോളേ ഉള്ളൂ. മറ്റേത് x1ന്റെ സ്ക്വയർ കണ്ടാണ് 4 ഡാറ്റന്റെ കോളേ ഉള്ളൂ. 4 മൈനസ് 1 ഈക്വൽ ടു 3. 50 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 50 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 16.67 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് MSC കഴിഞ്ഞു. ഇനി MSE കാണണം. MSE കാണാനുള്ള ഇക്വേഷൻ SSE ഡിവൈഡ് ബൈ n-c എന്നാണ്. n-c SSE ഡിവൈഡ് ബൈ n-c എന്നാണ്. SSC നമ്മൾ കണ്ടെത്തി 208 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. നമ്മൾ SSC കണ്ടിട്ടുണ്ട് 208 ഡിവൈഡ് ബൈ n എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആകെ 20 ആണ്. ഓരോന്നിലും 5 എണ്ണം വീതമുള്ള 4 കോളായ 20 എണ്ണം ഉണ്ട്. 20 മൈനസ് 4 കോളമാണുള്ളത്. ഈക്വൽ ടു 208 ഡിവൈഡ് ബൈ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുക 13 എന്നാണ്.
ഇപ്പം MSc കണ്ടു. അടുത്ത സ്റ്റെപ്പ് എത്ര? 4 സ്റ്റെപ്പ് അവിടെ കണ്ടു. 5ാമത്തെ സ്റ്റെപ്പാണിത്. 6ാമത്തെ സ്റ്റെപ്പ് MSc 5, 6 കണ്ടു. ഇനി 7th സ്റ്റെപ്പ് നിങ്ങൾ കാണേണ്ടത് F റേഷ്യോ ആണ്. F റേഷ്യോ F ടെസ്റ്റിന്റെ സഹായത്തോട് കൂടിയാണ് അനോവ ചെയ്യാന്ന് പറഞ്ഞു. F റേഷ്യോ ആണ് കാണേണ്ടത്. F റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MSc ഡിവൈഡഡ് ബൈ MSE എന്നാണ്. MSc ഡിവൈഡ് ബൈ MSE. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ഡിവൈഡ് ബൈ സ്മോളർ എന്നുള്ള ഇന്നലെ F ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതന്നെ ഇവിടെയും നിങ്ങൾ നോക്കണം. ഗ്രേറ്റർ ഡിവൈഡ് ബൈ സ്മോളർ. ആരാണോ ഗ്രേറ്റർ എങ്കിൽ അയാളെ മുകളിലേക്ക് എഴുതണം. ഓക്കെ, ആരാ ഇവിടെ ഗ്രേറ്റർ? MSc ആണ് വലുതെങ്കിൽ MScന്റെ മുകളിൽ നിൽക്കണം. ഇനി MSE ആണ് വലുതെങ്കിൽ MSനെ ന്യൂമറേറ്റർ ആയിട്ട് മുകളിലോട്ട് എഴുതി വെക്കണം എന്നർത്ഥം. ഇവിടെ MSc ആണോ MSc ആണോ വലുത്? MSc തന്നെയാണ്. ഇതേപോലെ തന്നെ ഇക്വേഷൻ ചെയ്ത് കാരണം MSc 16.67 മറ്റേത് MSc 13 ആണ്. ഇനി ഇതാണ് 16.7 എങ്കിൽ MSc എന്ന് മുകളിൽ എഴുതണം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 16.67 ഡിവൈഡ് ബൈ 13 എഴുതി. അതേ ക്വസ്റ്റ്യൻ എഴുതി അതേപോലെ തന്നെയാണ്. ഡിവൈഡ് ബൈ 13 ഈക്വൽ ടു 1.28. അനോവ എത്ര കിട്ടി? 1.28 F ടെസ്റ്റ് കിട്ടി. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ 8ാമത്തെ സ്റ്റെപ്പ്, 7 സ്റ്റെപ്പായിട്ടാണ് സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി 8ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അനോവ ടേബിൾ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അനോവ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വരച്ചു വെക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവസാനം മതി എന്ത്? നൾ ഹൈപ്പോസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അനോവ ടേബിൾ വരക്കാം. അനോവന്റെ ടേബിളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ആദ്യത്തെ കോളത്തിന് നിങ്ങൾ പേര് കൊടുക്കേണ്ടത് സോഴ്സ് ഓഫ് വേരിയേഷൻ എന്നാണ്. സോഴ്സ് ഓഫ് വേരിയേഷൻ എന്നാണ്. രണ്ടാമത്തെ കോളത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് എന്നാണ്. സം ഓഫ് സ്ക്വയേഴ്സ്. അടുത്ത കോളത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ്. അടുത്ത കോളത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് മീൻ സ്ക്വയേഴ്സ് എന്നാണ്. മീൻ സ്ക്വയർ. ലാസ്റ്റ് ഒരു കോളം കൂടി വേണം. ആ കോളത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് F എന്നാണ്. F റേഷ്യോ. ഓക്കെ, F റേഷ്യോ ഇതാണ്. അങ്ങനെ കോളാണ് ഇത്. ഇതിന്റെ മുകളിൽ 1 വേ അനോവ ടേബിൾ എന്ന് എഴുതുക. അനോവ ടേബിൾ എന്ന് മുകളിൽ എഴുതുക. അനോവ ടേബിൾ അങ്ങനെയാണ് എഴുതേണ്ടത്. സോഴ്സ് ഓഫ് വേരിയേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയർ, F റേഷ്യോ. എന്നിട്ട് നമുക്ക് ആദ്യത്തിന് എഴുതാം ബെറ്റ്വീൻ സാമ്പിൾ എന്ന് എഴുതാം. ബെറ്റ്വീൻ സാമ്പിൾ, then within sample, then last column total. ഓക്കെ, അപ്പൊ നമുക്ക് ബെറ്റ്വീൻ സാമ്പിൾ ആദ്യം SSC എഴുതാം. SSC നിങ്ങൾക്ക് കിട്ടിയ SSC എത്ര വെച്ചാൽ എഴുതാം? എത്ര നിങ്ങൾക്ക് കിട്ടിയത്? 50 ആണ്. 50 എന്ന് എഴുതാം. ഇനി SSE എഴുതാം. SSC നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 208 ആണ്. അതിവിടെ എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടിയ 258 എന്ന് കിട്ടും. അതെന്താണ്? SST ആണ്. ടോട്ടലിന്റെ കോളാണ് 258. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ MSc ആദ്യം എഴുതാം. നമുക്ക് MSc എത്ര കിട്ടിയത്? MSc നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. MSc 16.67 ആണ്. 16.67 അത് ഇവിടെ എടുത്ത് എഴുതാം. ഇനി MSE ഉണ്ട്. MSE നിങ്ങൾ കണ്ടതാണ്. എത്ര MSc ഇവിടെ ഉണ്ട്? MSE എന്ന് പറഞ്ഞാൽ എത്ര എഴുതിയിട്ടുണ്ട്? 13 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്താൽ നല്ല സുഖമാണ്. MSc ചെയ്തപ്പോൾ നിങ്ങൾ എന്താണോ അതിന്റെ താഴെ എഴുതിയത് ഇതാണ് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുക. MSc എഴുതിയപ്പോൾ നിങ്ങൾ എന്താ ഉള്ളത്? അതിന്റെ പിന്നെ താഴെ എഴുതിയത് എന്താണോ, ഡിനോമിനേറ്റർ എന്താണോ, അതാണ് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ MSc ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി, MSc ചെയ്തപ്പോൾ C-1 എന്ന് എഴുതിക്കണത്. ആ C-1 ആണ് അവിടെ എഴുതേണ്ടത്. MSc എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ എന്താ എഴുതിയത്? N-C, അതാണ് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ MSc എന്ന് പറഞ്ഞാൽ C-1 മറ്റത് പിന്നെ N-C1. C-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 - 1 = 3. N-C എന്ന് പറഞ്ഞാൽ 20 - 4 = 16. ദെൻ പിന്നെ ഇവിടെ ചെയ്യേണ്ടത് N-1 ആണ്. N-1 എന്ന് പറഞ്ഞാൽ 20 - 1. 20 - 1 എന്ന് പറഞ്ഞാൽ 16 3 കൂട്ടിയാൽ തന്നെ 19. ഓക്കെ, ഇങ്ങനെയുണ്ട്. ഇത് അവസാനത്തെ കോളത്തിൽ F റേഷ്യോ ചെയ്ത F = നിങ്ങൾക്ക് കിട്ടിയതാണ്. F എത്രയാണ്? 1.28. ഇങ്ങനെ എഴുതി വെക്കുക. ഇതിനാണ് അനോവ ടേബിൾ എന്ന് പറയും. ഓക്കെ, ഇനി അനോവ ടേബിൾ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നൾ ഹൈപ്പോസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസും
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും ദെൻ ഡിസിഷനും ഒക്കെ എടുക്കാം. ഓക്കെ, ANOVA ടേബിൾ വരച്ചു, കിട്ടിയ സാധനമൊക്കെ കൊടുത്തു കാണാണ്ട് ഇതിനുള്ളിലേക്ക് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെ ഇതിലേക്ക് പോവാം. ഇത് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോസിസ് എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ദ മീൻ ഓഫ് ആൾ കോളംസ് ആർ ഈക്വൽ, ദ മീൻ ഓഫ് ആൾ സാമ്പിൾസ് ആർ ഈക്വൽ. എന്താണ് ഇവിടെ കോളത്തിൽ തന്നിരുന്നത്? എന്തായിരുന്നു? വെറൈറ്റികളുടെ മീൻ ഈൽഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മീൻ ഈൽഡ് ഓഫ്, ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മീൻ ഈൽഡ് ഓഫ് എത്ര വെറൈറ്റി ഉണ്ടായിരുന്നു? 4 വെറൈറ്റീസ് അല്ലേ? 4 വെറൈറ്റീസ് ആർ ഈക്വൽ. 4 വെറൈറ്റീസ് ആർ ഈക്വൽ ആണ് എന്ന് എഴുതി. 4 വെറൈറ്റികളതും ഈക്വൽ ആണ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്ത് ചെയ്യണം? നോട്ട് ഈക്വൽ എന്നാണ്. മീൻ ഈൽഡ് ഓഫ് 4 വെറൈറ്റീസ് ആർ നോട്ട് ഈക്വൽ അല്ലെങ്കിൽ നോട്ട് സെയിം എന്ന് എഴുതും. ഈക്വൽ അല്ല എന്ന് എഴുതും. അങ്ങനെ H0ഉം H1ഉം കിട്ടി. മീൻ ഈൽഡ് ഓഫ് ദി വെറൈറ്റീസ് ആർ ഈക്വൽ, മീൻ ഈൽഡ് ഓഫ് ദി വെറൈറ്റീസ് ആർ നോട്ട് ഈക്വൽ എന്ന് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നോക്കുക, ഏതാണോ നേരത്തെ എഫ് ടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. എഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചത് എങ്ങനെയാണ്? എഫ് ടെസ്റ്റ് നമ്മൾ ഇവിടെ എഫ് ടെസ്റ്റ് എങ്ങനെ എഴുതിയത്? MSC ഡിവൈഡഡ് ബൈ MSE എന്നാണ് നമ്മൾ ചെയ്തത്. MSE ഡിവൈഡ് ബൈ MSE എന്നാ ചെയ്തത്. ചില സമയത്ത് MSCന്റെ മുകളിൽ എഴുതേണ്ട അപ്പോഴാ ഗ്രേറ്റർ വേരിയൻസിന് മുകളിൽ എഴുതണം. MSC വലുതാണെങ്കിൽ അതിന് മുകളിൽ എഴുതണം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ MSC ഡിവൈഡ് ബൈ MSC എന്നാണ്. MSCന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണോ അത് ആദ്യം എഴുതണം. കാരണം എന്താ? MSC ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഇനി MSE ആണ് നമ്മൾ മുകളിൽ എഴുതിയെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ MSCന്റെ നേരെയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുക. MSCന്റെ നേരെയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതാ? C-1, കോമ. ഇനി MSEന്റെ നേരെയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? N-C. ഈ N-C ആദ്യം വരാം ഏത് കേസിലാണെങ്കിൽ MSCനെയാണ് നിങ്ങൾ മുകളിൽ എഴുതിയതെങ്കിൽ. അപ്പൊ C-1 എന്ന് പറഞ്ഞാൽ 4-1, കോമ N-C. N എന്ന് പറഞ്ഞാൽ 20 മൈനസ് C എന്ന് പറഞ്ഞാൽ 4. അപ്പൊ എത്ര വരും? 3,16 എന്ന് കിട്ടും. 3,16 എന്ന് കിട്ടും. ഇത് നെക്സ്റ്റ് അതിന്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? 5% ആണ്. ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് 0.05 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ടേബിൾ വാല്യൂ എടുക്കുക. ടേബിൾ വാല്യൂ ഏതിൽ നോക്കണം? ടേബിളിൽ നോക്കണം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ. ടേബിൾ എടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ എഫ് ടെസ്റ്റിനായിട്ട് തന്നെ ഒരു ഡിഗ്രി ഓഫ് പിന്നെ ഇതിൻ്റെ കോളം തന്നെ ഉണ്ട്. എഫ് ഡിസ്ട്രിബ്യൂഷൻ എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടേബിൾ വാല്യൂ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ V1 ആണ് നേരെ താഴേക്ക് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? V1 ഇങ്ങനെയാണ് കേട്ടോ. V1 ഇങ്ങനെയും V2 ഇങ്ങനെയുമാണ്. ഓക്കെ, N1 എന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മൾ V1 എന്നാക്കുക. V1 ഇങ്ങനെയും V2 ഇങ്ങനെയും. V1 എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ V1 എന്ന് പറയാം. ഇതിനെ നമ്മൾ V2 എന്നും പറയും. ഓക്കെ, ടേബിൾ വാല്യൂ നോക്കുകയാണ്. ടേബിൾ വാല്യൂ നോക്കുമ്പോൾ നോക്കുക, V1 എന്ന് പറയുന്നത് ഇങ്ങനെയും V2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. V1 നമ്മൾ 3 ആണ്. അപ്പോൾ V1ന് നേരെ 3ന്റെ കോളത്തിൽ നോക്കുക. V1 ഇങ്ങനെയാണ്. V1 നേരെ 3ന്റെ കോളത്തിലും V2 അഥവാ N2 എന്ന് പറയുന്നത് 16 ആണ്. 16ന്റെയും 3ന്റെയും നേരെ നോക്കുമ്പോൾ 3.24 എന്ന് കിട്ടും. V1 ഇങ്ങനെ, V2 ഇങ്ങനെ 3.24 എന്ന് കിട്ടും. അതായത് ടേബിൾ വാല്യൂ നമുക്ക് കിട്ടുക 3.24 എന്നാണ്. 3.24 എന്ന് കിട്ടും ടേബിൾ വാല്യൂ. ഓക്കെ, ദെൻ നമുക്ക് ഡിസിഷൻ എടുക്കാം. എങ്ങനെ ഡിസിഷൻ എടുക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞതാണ് ഡിസിഷൻ എടുക്കാം. ഡിസിഷൻ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ആക്സെപ്റ്റ് ചെയ്യേണ്ടതും റിജക്റ്റ് ചെയ്യേണ്ടതും ഡിസിഷൻ എടുക്കേണ്ടത് എന്നും ചെയ്യണ പോലെ തന്നെയാണ്. ചെയ്തിരിക്കുന്ന എഫ് ടെസ്റ്റ് ചെറുതും ടേബിൾ വാല്യൂ വലുതുമായ ആക്സെപ്റ്റ് ചെയ്യണം. ചെയ്തിരിക്കുന്ന എഫ് ടെസ്റ്റ് വലുതും ടേബിൾ വാല്യൂ ചെറുതുമായ നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എഫ് ടെസ്റ്റ് എത്രയെന്ന് നോക്കാം. എഫ് റേഷ്യോ നമുക്ക് കിട്ടിയത് 1.28 ആണ്. നമ്മുടെ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? ടേബിൾ വാല്യൂ നമ്മൾ 3.24 ആണ്. 3.24 ആണ്. ടേബിൾ വാല്യൂ വലുതാണ്. എന്ത് ചെറുതുമാണ്? എഫ് ടെസ്റ്റ് ചെറുതുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് നൾ ഹൈപ്പോസിസ് എന്ന് എഴുതാം. ആക്സെപ്റ്റ് നൾ ഹൈപ്പോസിസ് നമുക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് എന്ന നൾ ഹൈപ്പോസിസ് പറഞ്ഞത് മീൻ ഈൽഡ് ഓഫ് ദി 4 വെറൈറ്റീസ് ആർ ഈക്വൽ എന്നാണ്.
അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ, മീൻ ഈൽഡുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഈൽഡ് ഓഫ് ദീസ് വെറൈറ്റീസ്. ഈ വെറൈറ്റീസിന്റെ മീൻ ഈൽഡുകൾ തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിലുള്ള എല്ലാ വെറൈറ്റിൻ്റെയും മീൻ ഈൽഡുകൾ ഈക്വൽ ആണെന്ന് കിട്ടി. വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ദ മീൻ ഈൽഡ് ഓഫ് four varieties are equal. Okay, അല്ലെങ്കിൽ they are not different. അവ തമ്മിൽ എന്തില്ല, വ്യത്യാസം ഇല്ല എന്ന് എഴുതി വെക്കണം. ഓക്കെ, അൺലൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവ തമ്മിൽ വ്യത്യാസമില്ല എന്ന് എഴുതി വെക്കണം. അനോവന്റെ വൺ വേ അനോവന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, ഏകദേശം 8-9 സ്റ്റെപ്സോളം ഉണ്ട്. ആ സ്റ്റെപ്സ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ അത് ചെയ്യുന്നത് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ അത് മുഴുവനായിട്ടും പറഞ്ഞു.